ശ്രീ കൃഷ്ണദാസ്. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിലുള്ള ദൂരമാണ്. രണ്ടിടത്തും ഇരകളുമൊന്ന്, വേട്ടക്കാരുമൊന്ന്. സംഘപരിവാറിന്റെ അത് പല രൂപത്തിലാണ്. ബജ്രംഗ് ദൾ, ഹിന്ദു മഹാസഭ, അങ്ങനെ പല രൂപത്തിൽ. സംഘപരിവാറിന്റെ ഈ ക്രൈസ്തവ വേട്ട അത് എത്ര കാലം കൂടി കാണേണ്ടി വരും ഈ നാടിന്? അങ്ങനെ കാണുന്നില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വേട്ടയാടുന്ന ഒരു സാഹചര്യവും നിലവിലുള്ളതായി മനസ്സിലാക്കിയിട്ടില്ല. നിയമപരമായി എവിടെയെങ്കിലും ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായി ആ സംസ്ഥാനം പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനെതിരെ ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തു നിന്നോ, അത് വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, ആ പരാതികൾ പോലീസ് അന്വേഷിക്കുന്നു, കേസെടുക്കുന്നു, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്തുള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, താങ്കളിപ്പോൾ സൂചിപ്പിച്ചത് ഛത്തീസ്ഗഡിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒറീസയെക്കുറിച്ചാണ്. ഈ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ഒറീസ അടക്കം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ആദ്യം മതപരിവർത്തന നിയമം, നിർബന്ധിത മതപരിവർത്തന നിയമം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കിയ സംസ്ഥാനം 1967 ഒറീസയാണ്. ആ കാലഘട്ടങ്ങൾ മുതൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ആ തരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുമ്പോൾ ആ പരാതികളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുകൾ കേസെടുക്കുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പിന്നെ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് അപ്പോഴത്തെ കാര്യമല്ലേ, അതൊക്കെ നോക്കാം. ഓക്കെ, ഞാൻ ഇടുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലാത്തത് കൊണ്ടാണെങ്കിൽ, ഇനി താങ്കൾ പറഞ്ഞതുപോലെ അത്തരം നിയമം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരാരോപണം ഉയരുന്നു, അല്ലെങ്കിൽ ഒരു പരാതി ഉയരുന്നു, അത് കേസെടുക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കുന്നു, പിന്നീട് അത് കോടതികളുടെ ഉൾപ്പെടെ പരിഗണനയ്ക്ക് വരുന്നു. ആ ഒരു പ്രക്രിയ അത് എല്ലാ നാട്ടിലും സ്വാഭാവികമായി നടക്കുന്നതാണ്. പക്ഷേ ഛത്തീസ്ഗഡിൽ നടന്നത് അതാണോ? ഒഡീഷയിൽ നടന്നത് അതാണോ? ഇവിടെ രണ്ടിടത്തും ആ സംസ്ഥാനങ്ങളിൽ പോലീസ് ഇല്ലാത്തത് കൊണ്ടാണോ ബജ്രംഗ് ദളിന് ഇങ്ങനെ ഈ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ വലിയ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്? അശ്വിത, എവിടെയാണ് ആക്രമണം ഉണ്ടായത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. നമ്മളുടെ വാർത്തകളിലൊന്നും നാം കണ്ടിട്ടില്ല. പരാതികൾ ഉണ്ടാകുമ്പോൾ പോലീസ് കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു. ശരി, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ ഈ ചർച്ചയുടെ ജീവിക്കുന്ന കേരളത്തിൽ താങ്കൾ അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. അത് ഒഡീഷയിൽ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട വൈദികന്റെ പിതാവ് നടത്തിയ പ്രതികരണമാണ്. മകനിൽ നിന്നും അല്ലെങ്കിൽ അവരോടൊപ്പം പോയ ആളുകളിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ അല്ലെ? ഇല്ലെങ്കിൽ ഒന്നുകൂടി കേൾപ്പിക്കാം. ഇനി ഛത്തീസ്ഗഡിലെ സംഭവമാണെങ്കിൽ അവിടെ ആൾക്കൂട്ടാക്രമണം ഞങ്ങൾ നേരിട്ടുവെന്ന് മതപരിവർത്തനം നടത്തിയെന്ന് നിങ്ങൾ ആരോപിച്ച കുറെ കുട്ടികളുണ്ടായിരുന്നല്ലോ, അവർ ഉൾപ്പെടെ പറഞ്ഞത് കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ബജ്രംഗ് ദൾ ഭീഷണിപ്പെടുത്തിയെന്ന് അവർ പറയുന്നത് രാജ്യം മുഴുവൻ കേട്ടിരുന്നു. ഒരുപക്ഷെ താങ്കൾ കേട്ടിട്ടുണ്ടാകില്ല, BJP കേട്ടിട്ടുണ്ടാകില്ല. കേട്ടിട്ടില്ലെങ്കിൽ കേൾപ്പിക്കാം. അല്ല, ഞാൻ അതിനു മുൻപ് ചില കാര്യങ്ങൾ അങ്ങോട്ട് സൂചിപ്പിക്കാം. നമ്മുടെ കേരളത്തിൽ, അസിതയും ഞാനും അടക്കമുള്ള ആളുകൾ ജീവിക്കുന്ന കേരളത്തിൽ, മധു എന്ന് പറയുന്നൊരു ആദിവാസി യുവാവ് ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അങ്ങനെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് എന്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്? കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭിച്ചിരുന്നോ? അങ്ങനെ കൊലപാതകം നടത്തിയിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകൾ അവർ എപ്പോഴെങ്കിലും നിയമത്തിന്റെ മുൻപിൽ ശക്തമായ നടപടിക്ക് വിധേയമായിരുന്നോ? ഇതെല്ലാം കേരളത്തിലല്ലേ നടന്നത്. നമ്മൾ ഏറ്റവും പ്രബുദ്ധമാണെന്ന് പറയുന്ന, ഏറ്റവും ശക്തമായ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണം നടത്തുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നില്ലേ? എത്ര സ്ഥലങ്ങളിൽ നടക്കുന്നു ആൾക്കൂട്ട ആക്രമണങ്ങൾ? എത്ര സ്ഥലങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ?
ഞാൻ അതാ പറഞ്ഞത് അസിത, ഛത്തീസ്ഗഡിലോ ഒറീസയിലോ ഒന്നും താങ്കൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഒരാക്രമണവും ഒരു നടപടിയും ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെയും എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ, ആരുടെയും ശ്രദ്ധയിൽ അങ്ങനെ വന്നതായി എന്നോട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ വാർത്ത കണ്ടിട്ടില്ല. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് താങ്കൾ അറിയാത്ത, താങ്കൾ കേൾക്കാത്ത കാര്യം ഉറപ്പായി നമുക്കിനി 1 മണിക്കൂർ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കത് കേൾക്കാം.